കണ്ണൂർ ജില്ലയിലെ ഉത്സവ പറമ്പുകളിൽ ചെങ്കൊടിയും വിപ്ലവ മുദ്രാവാക്യങ്ങളും ഉയരുന്നത് അത്ര പുതുമയുള്ള കാര്യമല്ല. എന്നാൽ കോടതി ശിക്ഷിച്ച കൊലക്കേസ് പ്രതികളുടെ ചിത്രങ്ങൾ പതിച്ച പതാക ക്ഷേത്ര ഉത്സവത്തിനിടെ പാറിപ്പറന്നത് അസാധാരണമായ സംഭവമാണ്. മുഴപ്പിലങ്ങാട് BJP പ്രവർത്തകൻ സൂരജ് വധക്കേസ് പ്രതികളുടെ ചിത്രം പതിച്ച കൊടികളുമായാണ് യുവാക്കൾ പ്രകടനം നടത്തിയത്. കണ്ണൂർ കായലോട് പറമ്പായി കുട്ടിച്ചാത്തൻ ക്ഷേത്രത്തിലെ ഉത്സവത്തിനിടെയുള്ള സംഭവത്തെ അത്ര നിസ്സാരമായി കാണാൻ കഴിയില്ല. കോടതി കുറ്റക്കാരെന്ന് വിധിച്ച് ശിക്ഷിച്ചവരെ വിപ്ലവകാരികളെപ്പോലെ ഇങ്ങനെ മഹത്വവൽക്കരിക്കുന്നത് പാർട്ടിയുടെ നയമാണോ? കണ്ണൂരിൽ പറമ്പായി കുട്ടിച്ചാത്തൻ മഠം ഉത്സവത്തിന്റെ ഭാഗമായുള്ള കലാശഘോഷയാത്ര. അതിനിടെയാണ് ചെങ്കൊടിയേന്തിയ ഒരു കൂട്ടം CPM DYFI പ്രവർത്തകരുടെ മുദ്രാവാക്യം. AKGയുടെയും EMSന്റെയും പേര് പറഞ്ഞുള്ള മുദ്രാവാക്യം വിളിക്കും വിപ്ലവ ഗാനങ്ങൾക്കുമൊപ്പം കൊലക്കേസ് പ്രതികളുടെ ചിത്രങ്ങളും ഉയർന്നു. പതാകകൾ വീശുന്നതിനൊപ്പം പ്രതികളെ പ്രകീർത്തിക്കുന്ന വാഴ്ത്തുപാട്ടുകളും മുദ്രാവാക്യങ്ങളും ഉയർന്നു കേട്ടു. മുഴപ്പിലങ്ങാട് സൂരജ് വധക്കേസ് പ്രതികളുടെ ചിത്രം പതിച്ചുള്ള കൊടികളുമായാണ് CPM പ്രവർത്തകർ ക്ഷേത്ര ഉത്സവത്തിന്റെ ഭാഗമായുള്ള കലാശഘോഷയാത്രയിൽ എത്തിയത്. സൂരജ് വധക്കേസിൽ ജീവപര്യന്തം ശിക്ഷ ലഭിച്ച 8 പേരുടെ ചിത്രങ്ങൾ പതിച്ച കൊടികളുമായായിരുന്നു ക്ഷേത്ര പരിസരത്തെ ആഘോഷം. മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറി PM മനോജിന്റെ സഹോദരൻ മനോരാജ്, TP കേസ് പ്രതി TK രജീഷ് എന്നിവരടക്കം 9 പേരെയാണ് സൂരജ് വധക്കേസിൽ കോടതി ശിക്ഷിച്ചത്. കണ്ണൂരിൽ ഉത്സവങ്ങളോടും മറ്റുമനുബന്ധിച്ച് പാർട്ടി പതാകകൾ ഉപയോഗിച്ചുള്ള ആഘോഷ പരിപാടികൾ സാധാരണയാണെങ്കിലും കൊലപാതക കേസിൽ കോടതി ശിക്ഷിച്ച പ്രതികളുടെ ചിത്രങ്ങളുമായി പ്രകടനം നടത്തുന്നത് ആദ്യമായാണ്. BJP പ്രവർത്തകനായിരുന്ന സൂരജിനെ കൊലപ്പെടുത്തിയ കേസിന്റെ വിധി വന്നതിന് പിന്നാലെ ശിക്ഷിക്കപ്പെട്ടവരെല്ലാം നിരപരാധികൾ ആണ് എന്നായിരുന്നു CPM പ്രതികരണം. കേസിൽ കോടതി വിധി പറഞ്ഞ ദിവസം കോടതിക്ക് പുറത്തും പ്രതികൾക്ക് അഭിവാദ്യമർപ്പിച്ച് CPM പ്രവർത്തകർ എത്തിയിരുന്നു. സമീപകാലത്ത് കണ്ണൂർ ജില്ലയിലെ ഉത്സവപ്പറമ്പുകളിൽ CPMും BJPയും ചേരിതിരിഞ്ഞ് ശക്തിപ്രകടനം നടത്തുന്നത് പതിവായിട്ടുണ്ട്. News 18 കണ്ണൂർ.